ഇന്നേ എനിക്കായിരുന്നു കിച്ചൺ ഡ്യൂട്ടിട്ടാ. അപ്പോൾ എൻ്റെ മനസ്സിൽ ആദ്യമേ വന്നത് ഇന്നൊന്ന് പൊതിച്ചോറ് ഉണ്ടാക്കിയാലോ എന്ന്. മക്കൾക്ക് സ്കൂളൊന്നും ഇല്ലാത്തതുകൊണ്ട് സാറ്റർഡേ ആയതുകൊണ്ട് തന്നെ. അപ്പോൾ ഞാൻ മുരിങ്ങക്കായക്കറിയാണ് ഒഴിച്ചുകറി ആയിട്ട് ഉണ്ടാക്കിയിരുന്നത്. അതിലേക്കുള്ള അരപ്പൊക്കെയാണ്. പിന്നെ മീൻകറി ഉണ്ടായിരുന്നു. മീൻകറി ഇവിടുത്തെ അച്ഛന് മീൻകറി വേണം. അപ്പോൾ മീൻകറി ഇങ്ങനെ പുകയെടുപ്പിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ തോരൻ ഉണ്ടാക്കിയിട്ടുണ്ട്. പൊതിച്ചോറായതുകൊണ്ട് തന്നെ നമുക്ക് ചമ്മന്തി വേണമല്ലോ. ചമ്മന്തിയൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിനിടയിൽ കൂടി ഞാൻ കറിയൊക്കെ ഇങ്ങനെ റെഡിയാക്കുന്നുണ്ട് കേട്ടോ. ഓരോ പണികളായിട്ട് ഇങ്ങനെ തീർക്കുകയാണ്. അപ്പോൾ നമ്മുടെ കറിയൊക്കെ വറവ് വിട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇങ്ങനെ ബീറ്റ്റൂട്ട് അരച്ചിട്ടാണ് പച്ചടി ചെയ്യാറ്. അപ്പോൾ പച്ചടിയുടെ പരിപാടിയും കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് ഞാനിതിൽ ആഡ് ചെയ്തിട്ടുള്ളത് എന്നുള്ള ഒരു ജസ്റ്റ് കറികളുടെ ഒക്കെ ഒരു വീഡിയോ എടുത്തിട്ടുള്ളൂ. അത് കറക്റ്റ് കുക്കിംഗ് ഒന്നും കാണിച്ചിട്ടില്ല കേട്ടോ. പിന്നെ ഈ പൊതിച്ചോറൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിലേക്കൊരു മുട്ട നിർബന്ധമാണ്. കാരണം പൊതിച്ചോറ് എന്ന് പറയുമ്പോൾ തന്നെ മുട്ട എന്നുള്ള ആ ഒരു ഇതാണ്. ഈ ഒരു പൊതിച്ചോറിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് കേട്ടോ എനിക്ക് ഓർമ്മ വന്നത്. ഞാൻ പണ്ട് കുട്ടിക്കാലത്ത് എൻ്റെ അമ്മ എനിക്ക് ഉണ്ടാക്കി തന്നിരുന്ന ആ ഒരു പൊതിച്ചോറിൻ്റെ ഒരുപാട് കറികളൊന്നും ഉണ്ടാവില്ല. ഒരു ചോറും ഒരു ചമ്മന്തി, അതുപോലെ തന്നെ തക്കാളിക്കറി മെയിനായിട്ട്, ഒരു മുട്ടയും, ചിലപ്പോൾ ഒരു അച്ചാറുണ്ടാവും, ഒരു നാരങ്ങയുടെ അച്ചാർ. അപ്പോൾ അത് പറയുമ്പോൾ തന്നെ വായിൽ കപ്പലോടിക്കുന്ന വെള്ളം. നമ്മൾ കളിയിലൊക്കെ പറയുമല്ലോ കപ്പലോടിക്കാൻ ഇതൊക്കെ വെള്ളം അതുപോലെ. അപ്പോൾ ഞാൻ വിഷയത്തിൽ നിന്ന് തെന്നി മാറിയ പോലെ. അപ്പോൾ ഞാൻ എന്തൊക്കെ ഇട്ടെന്ന് കണ്ടല്ലോ. തോരൻ, മീൻ പൊരിച്ചത്, ചമ്മന്തി, അതുപോലെ തന്നെ നല്ല കടുമാങ്ങയുടെ അച്ചാറാണ് കേട്ടോ. ഒഴിച്ചുകറിയായിട്ട് നമ്മുടെ മുരിങ്ങക്കായ കറി, അതുപോലെ തന്നെ എൻ്റെ ഫേവറേറ്റ് പച്ചടി, 2 മുളക് വറുത്ത് ഇട്ടിട്ടുണ്ട്. ചിക്കൻ പൊരിച്ചതുണ്ടായിരുന്നു, അത് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്തിട്ടില്ല. എനിക്കെന്തോ അത് ഇതിൽ ചേരാത്ത പോലെയാണ്. മീൻകറി എനിക്ക് വലിയ കാര്യമായിട്ട് ഇഷ്ടമല്ല. ഞാൻ ഒന്ന് ചെറുതായിട്ടൊന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിൽ. പിന്നെ മെയിനായിട്ട് നമ്മുടെ ഈ ഒരു മുട്ട. പൊതിച്ചോറ് എന്ന് പറയുമ്പോൾ തന്നെ ആ ഒരു മുട്ടയുടെ ആ ഒരു നനവതിൽ വേണം അല്ലേ, ചോറിലേക്ക് ഇങ്ങനെ പിടിക്കുമ്പോൾ. ഞാൻ അങ്ങനെ കാര്യമായിട്ട് ഭയങ്കരമായിട്ട് നല്ലപോലെ പൊതിഞ്ഞിട്ടൊന്നുമില്ല. കാരണം വീട്ടിൽ വെക്കാനല്ലേ, എവിടേക്കും പുറത്തേക്കൊന്നും കൊണ്ടുപോകാനുള്ളതല്ലല്ലോ. അങ്ങനെ പൊതിഞ്ഞ് ഒരു 3/4 മണിക്കൂറായിട്ടുണ്ട്. ഓൾമോസ്റ്റ് ഒരു മിനിമം ഒരു മണിക്കൂറെങ്കിലും കഴിയണം. പക്ഷേ തിന്നാനുള്ള ഒരു ത്വര കൊണ്ട് ലേറ്റ് ആയതുകൊണ്ട് തന്നെ ഞാനത് തുറന്ന് നോക്കുകയാണേ. ഇപ്പം എന്താ പറയുക, ഇല ഇങ്ങോട്ട് തുറന്നപ്പോൾ തന്നെ ആ ഒരു വായിലയുടെ ആ ഒരു സ്മെല്ലും പിന്നെ കറികളൊക്കെ അതിലേക്ക് നന്നായിട്ട് പിടിച്ച് പല കളർഫുള്ളായിട്ട്. കാരണം ആ ഒരു നമ്മുടെ ആ ഒരു പച്ചടിയുടെ കളറും കറിയുടെ ആ ഒരു ഇതും, അതുപോലെ ചമ്മന്തിയും മീൻ പൊരിച്ചതും മുട്ടയും തോരനും എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഒരു സ്മെല്ല്, ഒരു പ്രത്യേക സ്മെല്ലാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ പൊതിച്ചോറ് എനിക്ക് നല്ല ഇഷ്ടമായി. ഇന്ന് ഫുഡ് കഴിച്ചപ്പോൾ ഭയങ്കര ഒരു തൃപ്തിട്ടാണ്, നന്നായിട്ട് വയറും നിറഞ്ഞു. മക്കളൊക്കെ ഓൾറെഡി ചോറുന്നാണ്. ഇപ്പോൾ 2 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ 2-3 രൂപ ഞാൻ അവർക്ക് വാങ്ങിച്ചു കൊടുത്തു, അല്ല വാരി കൊടുത്തു. അവർക്കൊക്കെ നല്ല ഇഷ്ടമായിട്ടോ. എങ്ങനെ അവർ കോംപ്ലിമെൻ്റ് ഒക്കെ തന്നു എനിക്ക്, സൂപ്പറായിട്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇന്നത്തെ ഈ ഒരു എൻ്റെ ഒരു പൊതിച്ചോറിൻ്റെ വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇതുപോലെയുള്ള പൊതികളൊക്കെ നിങ്ങൾക്കും വരാറുണ്ട്. എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോന്ന് തോന്നും കേട്ടോ. അപ്പോൾ ഞാൻ ചെയ്യും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ലവ് യു ഓൾ, ബൈ, ഷെയർ ആൻഡ് ലൈക്ക്.